ഹായ് മക്കളെ, നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ജനുവരി 29 സെക്കൻഡ് ഷിഫ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, റെഡി? നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് നോക്കൂ, ഇഫ് ട്രിഗണോമെട്രി ആണ്. കണ്ടാൽ തന്നെ അറിയാം sin x പ്ലസ് sin സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള ആ എക്സ്പ്രഷന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് എന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നോക്കാം ഇത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു സംഗതിയിലേക്ക് വരാം. sin x പ്ലസ് sin സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് നമുക്ക് എഴുതാം എന്താ, sin x എന്ന് പറയുന്നത് എന്താണ്, 1 മൈനസ് sin സ്ക്വയർ എക്സ് ആണ്. sin x 1 മൈനസ് sin സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ sin x ഇസ് ഈക്വൽ ടു 1 മൈനസ് sin സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ആണ്, അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം sin x ബൈ ആ കോസ് സ്ക്വയർ എക്സിൽ ഒരു കോസ് എക്സ് നമ്മൾ ഇങ്ങോട്ടേക്ക് താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ sin x ബൈ കോസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് നമുക്ക് എഴുതാം. അതായത് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan x ഈക്വൽ ടു കോസ് എക്സ് ആണ്, അല്ലേ? sin x ബൈ കോസ് എക്സ് tan x ആണ്. അപ്പൊ ഈ രണ്ട് കാര്യത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇതിൽ ഉണ്ടാവും. tan x ഈക്വൽ ടു കോസ് എക്സ് ആണ്. sin x എന്ന് പറയുന്നത് 1 കോസ് സ്ക്വയർ എക്സിന് ഈക്വൽ ആണ്. ഓക്കെ, ഗിവൺ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി അടുത്ത എക്സ്പ്രഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടി വരുമോ നമുക്ക് നോക്കാം. ശരി, ഇനി നമ്മൾ നേരെ ആ എക്സ്പ്രഷനിലേക്ക് വന്നു. എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക. കോസ് റൈസ് ടു 12x പ്ലസ് കോസ് റൈസ് ടു 12x പ്ലസ് എന്താണ് നോക്കൂ, ടാൻ റൈസ് ടു 12x. അപ്പം കോസ് എക്സും ടാൻ എക്സും ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. കോസ് റൈസ് ടു 12x ഇതും എന്ത് തന്നെയാണ്, കോസ് റൈസ് ടു 12x തന്നെയാണ്. അപ്പോൾ കോസ് റൈസ് ടു 12x പ്ലസ് കോസ് റൈസ് ടു 12x ആദ്യത്തത് എന്തായി, 2 കോസ് റൈസ് ടു 12x എന്നായി. 2 കോസ് റൈസ് ടു 12x പ്ലസ്, അപ്പം ഇനി നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നത് ടാൻ എക്സ് കാണുന്നിടത്തൊക്കെ കോസ് എക്സ് എന്ന് എഴുതുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇതെന്താണ്, കോസ് റൈസ് ടു 10x, ഇതെന്താവും, കോസ് റൈസ് ടു 10x ആവും, അല്ലേ? അപ്പോൾ കോസ് റൈസ് ടു 10x പ്ലസ് കോസ് റൈസ് ടു 10x 2 ഇൻറ്റു കോസ് റൈസ് ടു 10x ആയി. അടുത്തത് കോസ് റൈസ് ടു 8x ഇവിടെയുണ്ട്. ഇതും കോസ് റൈസ് ടു 8x ആണ്. കാരണം ടാൻ എക്സും കോസ് എക്സും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് അവിടെ എഴുതാം 2 ഇൻറ്റു കോസ് റൈസ് ടു 8x ആയി. പ്ലസ് അടുത്ത ടേം താഴെയുള്ളത് നോക്കൂ, കോസ് റൈസ് ടു 6x കോസ് റൈസ് ടു 6x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു കോസ് റൈസ് ടു 6x. അതായത് ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 2 ഇൻറ്റു കോസ് റൈസ് ടു 12x പ്ലസ് 6 ഇൻറ്റു, വേണമെങ്കിൽ ആ ഒരു 2 കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ 6 ഇൻറ്റു കോസ് റൈസ് ടു 10x പ്ലസ് കോസ് റൈസ് ടു 8x പ്ലസ് 2 കോസ് റൈസ് ടു 2 കോസ് റൈസ് ടു 6x എന്നായി നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നോക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇതിനെ ഈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ സെക്കൻഡ് ഐഡന്റിറ്റിയിലേക്ക്, ഈ സെക്കൻഡ് സംഭവത്തിലേക്ക് വരാം. കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അപ്പോൾ ഈ 2 ഇൻറ്റു നോക്കൂ, 2 ഇൻറ്റു കോസ് റൈസ് ടു 12x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ റൈസ് ടു 6x എന്ന് എഴുതിക്കൂടെ? കാരണം കോസ് സ്ക്വയർ എക്സ് ആണ് സൈൻ എക്സ്. അപ്പോൾ കോസ് റൈസ് ടു 12x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് ഹോൾ റൈസ് ടു 6 ആണ്. അപ്പോൾ അത് സൈൻ റൈസ് ടു കോസ് സ്ക്വയർ എക്സിന് സൈൻ എക്സ് എന്ന് ഇടുക. അപ്പോൾ സൈൻ റൈസ് ടു 6x ആവും. അപ്പോൾ 2 സൈൻ റൈസ് ടു 6x എന്നായി. പ്ലസ്, ശരിയല്ലേ, 6 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് സൈൻ എക്സ് ആയതുകൊണ്ട് 6 ഇൻറ്റു സൈൻ റൈസ് ടു 5x പ്ലസ് സൈൻ റൈസ് ടു 4x, ശരിയല്ലേ? 6 ഇൻറ്റു സൈൻ റൈസ് ടു 5x പ്ലസ് സൈൻ റൈസ് ടു 4x പ്ലസ് നോക്കൂ, പ്ലസ് 2 ഇൻറ്റു, ഞാനിവിടെ മുകളിലേക്ക് എഴുതുന്നുണ്ട്, പ്ലസ് 2 അല്ല ഇവിടെ എഴുതാം, 2 ഇൻറ്റു എന്താ വരുന്നത് നോക്കൂ, കോസ് റൈസ് ടു 6x എന്ന് പറയുമ്പോൾ അത് സൈൻ ക്യൂബ് എക്സ് ആണ്. ഓക്കെ, നോക്കേ, 2 ഇൻറ്റു സൈൻ ക്യൂബ് എക്സ് ആയിട്ട് മാറും അത്. ഓക്കെ അല്ലേ? നോക്കിയോ, 2 ഇൻറ്റു സൈൻ ക്യൂബ് എക്സ്.
ഓക്കെ, ഇനി എല്ലാത്തിനും നമുക്കൊരു ഏതെടുക്കാം, ഒരു 2 കോമൺ ഫാക്ടർ. എല്ലാ ടേമിലും 2, 6, 2 ആണ്. അപ്പോൾ നമുക്ക് അവിടെ 2 കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു നോക്കുക, 2 കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ടേം sin raised 6x ആവും. sin raised 6x പ്ലസ് ബാക്കി 3 ആണ് വരിക. 3 sin raised 5x, 3 sin raised 5x പ്ലസ് 3 sin raised 5x പ്ലസ് 3 sin raised 4x പ്ലസ് അല്ലേ, പിന്നെ എന്താ സൈൻ ക്യൂബ് എക്സ് അല്ലേ അടുത്ത ടേം, സൈൻ ക്യൂബ് എക്സ്. ഒരു 2 അതിൽ നിന്ന് കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായി മാറിയത്. ശ്രദ്ധിച്ചോളൂ, ആയോ നോക്കിയേ. ഓക്കെ, ഇനി നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യൂ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ വരുന്ന ഐഡൻറ്റിറ്റി, ഈ വരുന്ന സംഭവം, ഈ വരുന്ന എക്സ്പ്രഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതെന്താണ്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എക്സ് ഹോൾ ക്യൂബ് അല്ലേ എന്നൊന്ന് ആ എക്സ്പാൻഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. സൈൻ റേസ്ഡ് 6x 3a സ്ക്വയർ ബി 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇനി അടുത്തയിലേക്ക് വരുമ്പോൾ 2 ഇൻറ്റു അതെന്താ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എക്സ് ഹോൾ ക്യൂബ് എന്ന് നമുക്കതിനെ മാറ്റി എഴുതാലോ? കുഴപ്പമൊന്നുമില്ലല്ലോ, ശ്രദ്ധിക്കൂ, കുഴപ്പമൊന്നുമില്ലല്ലോ, പറ. ഓക്കെ, ഇനി അതിൽ നിന്ന് 2 ഇൻറ്റു ഇനി ആ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് പറയുന്നത് 1 ആണ് എന്ന് നമ്മളെ ഗിവൺ കണ്ടീഷൻ ഉണ്ട്. കണ്ടോ, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എക്സ് 1 ആണ്. അങ്ങനെയാവുമ്പോൾ ഇത് 2 ഇൻറ്റു 1 ക്യൂബ് എന്ന് വരും. 2 ഇൻറ്റു 1 ക്യൂബ് 2 ഇൻറ്റു 1. സോ അവർ ആൻസർ ഈസ് 2. ട്രിഗണോമെട്രിയെ ബേസ് ചെയ്യുന്നതുകൊണ്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.